हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 16-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ആ ബ്രഹ്മഭുവനാല്ലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. മലയാളം: ബ്രഹ്മലോകം വരെയെല്ലാം അനിത്യം തന്നെ അർജുന, എന്നെ തന്നെ അണഞ്ഞോർക്കു പുനർജന്മം ലഭിച്ചിടാം. കൗന്ദേയ അർജുന, കുന്തിപുത്രനായ ഹേ അർജുന, ആ ബ്രഹ്മഭുവനാത് ലോകാഹ, ബ്രഹ്മലോകം മുതൽക്ക് ഉള്ള എല്ലാ ലോകങ്ങളും പുനരാവർത്തിനഃ, പുനരാവൃത്തിയോടുകൂടിയവയാണ്. തു മാമുപേത്യ, എന്നാൽ എന്നെ പ്രാപിച്ചാൽ പുനർജന്മ ന വിദ്യതേ, പുനർജന്മം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രാപിച്ച് പരമസിദ്ധി നേടിയ മഹാത്മാക്കൾക്ക് വീണ്ടും ഈ ദുഃഖമയമായിട്ടുള്ള ലോകം, അല്ലെങ്കിൽ ഈ വീണ്ടും ഒരു ജന്മം ജനിച്ചാൽ പിന്നെ ദുഃഖമാണല്ലോ, ആ ജന്മം എടുക്കേണ്ടി വരുന്നില്ല എന്ന്. അപ്പം എന്താണ് അതൊന്നും കൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ബ്രഹ്മലോകം മുതൽക്കുള്ള ലോകങ്ങളെല്ലാം തന്നെ പുനരാവൃത്തിയോട് കൂടിയതാണ്. പക്ഷേ എന്നെ പ്രാപിച്ചാൽ മതി, പിന്നെ പുനർജന്മം ഉണ്ടാകുന്നില്ല. ബ്രഹ്മലോകമുണ്ട്, ബ്രഹ്മപ്രാപ്തിയുണ്ട്. ബ്രഹ്മലോകത്തിന് പോലും ഒരു അവസാനമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ബ്രഹ്മപ്രാപ്തിക്ക് അവസാനം ഇല്ല, പിന്നീടൊരു പുനർജന്മം ഉണ്ടാകാത്തതാണ് ബ്രഹ്മപ്രാപ്തി. അപ്പം നമ്മൾ ധാരാളം യാഗങ്ങൾ ചെയ്യുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു. എല്ലാവരും എന്തിനാ ശ്രമിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണമാണ് കേട്ടിരിക്കുന്നത് അല്ലേ, നരകത്തിൽ പോവും, സ്വർഗത്തിൽ പോകുമെന്ന്. അപ്പോൾ സ്വർഗം ലഭിക്കണം നമുക്ക്. കാരണം നരകയാതനയെപ്പറ്റി ധാരാളം നമ്മൾ കേട്ടറിവുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് വേണ്ട, ഏതായാലും സ്വർഗത്ത് പോകാൻ ശ്രമിക്കാം. സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിലും ഉത്കൃഷ്ടമാണ് ബ്രഹ്മലോകം. അതിലും വിശിഷ്ടമാണ് എന്ത്? ബ്രഹ്മപദം പ്രാപിക്കൽ. ഈ വിശിഷ്ടമായിട്ടുള്ള ഒരു ബ്രഹ്മലോകത്തിന് പോലും അതിൻ്റേതായിട്ടുള്ള ഒരു അവസാനമുണ്ട്. പക്ഷെ അവസാനമില്ലാത്തത് എന്നിലേക്ക് എത്തിച്ചേരുക എന്നതാണ്, എന്നിൽ ലയിച്ചു ചേരുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആരാണോ പരമാത്മാവായ എന്നെ പ്രാപിക്കുന്നത്, പരമാത്മത്തിൻ്റെ തത്വം സാക്ഷാത്കരിക്കുന്നത്, അവർ വീണ്ടും ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരില്ല. നമ്മൾ സ്വപ്നത്തിൽ പലതും സ്വപ്നം കാണും അല്ലേ? അവിടുന്ന് ഉണർന്നു കഴിഞ്ഞാലോ പഴയ സ്വപ്നലോകത്തിലത്തെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഒന്നും നിലനിൽക്കുന്നില്ല. പഴയ സ്വപ്നലോകത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുമോ? ഇല്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തിരിച്ചു പോകാൻ പറ്റൂല. അതേപോലെ പരമാത്മാവ് തൻ്റെ രൂപം മറന്നിട്ട് ജീവനായിട്ട് ഈ സംസാരമാകുന്ന സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കും. അപ്പോൾ വീണ്ടും പരമപദത്തിലേക്കുള്ള ഒരു പരിശ്രമം നേടിക്കഴിഞ്ഞ് അവിടെ പരമാത്മാവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സംസാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല, ഒട്ടും തന്നെ തിരിച്ചു വരില്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മലോകത്തെ എങ്ങനെയാണ് അവരുടെ ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും ഒന്ന് വിശദീകരിക്കുകയാണ്. 17-ാമത്തെ ശ്ലോകത്തിൽ സഹസ്രയുഗപര്യന്തം അഹര്യദ് ബ്രഹ്മണോ വിദു രാത്രിം യുഗസഹസ്രാന്തം തേ ഹോരാത്രവിദോ അഹോരാത്രവിദോ ജനാഃ. മലയാളം: യോഗശക്തി തികഞ്ഞോനാം യോഗിയോരുന്നതീവിധം 4000 യുഗം കാലം നാൻമുഖൻ്റെ ദിവാനിശം. ബ്രഹ്മണഃ, ബ്രഹ്മാവിൻ്റെ സഹസ്രയുഗപര്യന്തം യത് അഹഹ, 1000 യുഗങ്ങൾ കൂടിയതാണ് ഒരു പകല്. യുഗസഹസ്രാന്തം രാത്രി,
1000 യുഗങ്ങൾ കൂടിയാൽ രാത്രിയാവുന്നു. ഏ ജനാഹ വിദുഹു, ഇതെല്ലാം ആരാണോ അറിയുന്നത്, യഥാർത്ഥത്തിൽ അറിയുന്നത്, തേ അഹോരാത്രി വിദഹ, അവരത്രേ അഹോരാത്രത്തിൻ്റെ കണക്ക് അറിയുന്നവർ. അപ്പോൾ കാലം എന്ന് പറയണത് ആപേക്ഷികമാണ് അല്ലേ. നമ്മൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തോന്നും സമയം ഓടിപ്പോകുന്നു എന്ന് തോന്നും. നമ്മൾ ഒരു ദുഃഖത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും അയ്യോ എത്ര നേരമായി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു, ഈ ദുഃഖം മാറുന്നില്ലല്ലോ. അപ്പം മണിക്കൂറുകൾക്ക് ദൈർഘ്യമാണ് തോന്നുന്നത്. എന്താ സമയം നീങ്ങാത്തതെന്നാണ് തോന്നുക. നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒരു സിനിമ കണ്ടിരിക്കുകയാണ്, സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. അല്ലെങ്കിൽ നല്ല പാട്ട്, നന്ദഗോവിന്ദം ഭജൻസ്, അതുപോലെ നല്ല പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം പോകുന്നത് അറിയില്ല. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയും ആസ്വദിച്ചിരിക്കും. മിക്കവാറും ആൾക്കാർ കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. പക്ഷേ അത് അയ്യോ തീർന്നു പോയോ എന്നേ തോന്നുള്ളൂ കഴിഞ്ഞാൽ. പക്ഷേ വേറെ ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അയ്യോ സമയം നീങ്ങുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ ലെക്ചർ ചെയ്യാണ്, ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഭയങ്കര ബോറിങ്ങാണ്, ഉറക്കം വന്നിട്ട് വയ്യ ആദ്യം തന്നെ കേൾക്കുമ്പോൾ എന്ന് തോന്നുകയാണെങ്കിൽ, ചിലർ മോട്ടിവേഷനാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കും, പക്ഷേ ചിലപ്പോൾ നമുക്ക് മോട്ടിവേഷനൊന്നും ഉണ്ടാവില്ല, ഉറക്കം വരികയും ചെയ്യും. ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് അതിനാണ് ടീച്ചേഴ്സ് ഇടയ്ക്ക് സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ ഒക്കെ പറയുന്നത് ക്ലാസ്സിൽ. അപ്പോൾ അവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്തിട്ട്, ചിലരിങ്ങനെ മൊണോട്ടണസ് ആയിട്ട് ഉറങ്ങിയിരിക്കും. ഫിസിക്സൊക്കെ അടുപ്പിച്ച് 2-3 പീരീഡ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്കൊക്കെ ഉറക്കം വരും. പക്ഷെ നിവൃത്തിയില്ലല്ലോ, നമുക്ക് പോർഷനൊക്കെ തീർക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് സമയം ആപേക്ഷികമാണ്. ചിലപ്പോൾ തീരെ നീങ്ങുന്നില്ല തോന്നും, ചിലപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയ പോലെയും തോന്നും. ഇവിടെ ബ്രഹ്മാവിൻ്റെ ദേവന്മാരുടെയൊക്കെ യുഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു യുഗമാണ്. മനുഷ്യർക്ക് അത് ചതുർയുഗമാണ്, 4 യുഗങ്ങളാണ്. മനുഷ്യന്മാരുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അതിൽ കൃഷ്ണപക്ഷം അവരുടെ പകലായിട്ടും ശുക്ലപക്ഷം അവരുടെ രാത്രിയായിട്ടും വരും. ഇനി മനുഷ്യന്മാരുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഒരു ദിവസമാണ്. അത് ഉത്തരായനം പകൽ സമയമാണ് അവരുടെ, അതായത് നമ്മുടെ ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം. പിന്നെ തിരിച്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ളത് ദക്ഷിണായനാണ്, അതവർക്ക് രാത്രിയായിട്ടും വരും. ഇനി ദേവന്മാരുടെ 6300 ദിവസമാണത്രേ ഒരു ദേവവർഷം. നമുക്ക് 365 ദിവസമാണ് ഒരു വർഷം, അവർക്ക് ദേവവർഷം എന്ന് പറയുന്നത് 6300 ദിവസമാണ്. അങ്ങനെ ഉള്ള 12000 ദിവ്യവർഷം കൂടുമ്പോൾ ഒരു ദിവ്യ യുഗമാവും. ഈ ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത് മനുഷ്യർക്ക് 4 യുഗങ്ങൾക്ക് ഈക്വലാണ്. അങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ്, 1000 യുഗങ്ങൾ ചേർന്നത് അവരുടെ യുഗങ്ങൾ, നമുക്ക് ചതുർയുഗം എന്ന് പറയും. 1000 യുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ പകൽ. അടുത്ത 1000 യുഗങ്ങളാണ് അവരുടെ രാത്രി. ആ രാത്രി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ലോകം തന്നെ നിശ്ചലമാണ്, മായയാകുന്ന ഈ ലോകം മുഴുവനായിട്ടും നിശ്ചലമാണ്. പക്ഷേ ബ്രഹ്മാവ് ഉറക്കത്തിലാണെങ്കിലും അതിനപ്പുറവുമുള്ള പരമചൈതന്യം, ആ പരമാത്മാവ് ലോകത്തെ എപ്പോഴും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അഹോരാത്ര വിദോ ജനാഹ എന്നാണ്. ആരാണോ ഈ ആത്മജ്ഞാനം നേടിയവർ, ഇതിനെപ്പറ്റിയെല്ലാം അറിയുന്നത്, അവരെയാണ് ജനാഹ എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനെപ്പറ്റിയെല്ലാം അറിയുന്നവരാണത്രേ അവരെ കാലജ്ഞന്മാർ അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയവർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കണക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഇനിയും കലിയുഗം, ദ്വാപരയുഗം, കൃതായുഗം, ത്രേതായുഗം അങ്ങനെയൊക്കെ ഉണ്ട്. അത് വളരെയധികം വിസ്തരിക്കാനുണ്ട്. അപ്പോൾ സ്രഷ്ടാവ് ഒരു ചെറിയ കണികയാണ് ഈ ജീവൻ. നമ്മുടെ അനുഭവമണ്ഡലമല്ലേ, നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവമണ്ഡലമാണ്.
അവിടെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് പകൽ. രാത്രി മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല, എല്ലാം നിശ്ചലം തന്നെയാണ് നമുക്കും. അപ്പോൾ ബ്രഹ്മാവ് ഉണർന്നിരിക്കുമ്പോൾ അവിടെ ജഗത്തിൻ്റെ സൃഷ്ടി നടക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിൽ എല്ലാം നിശ്ചലമായിട്ട് മാറും ചെയ്യുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള വിശദീകരണമാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. 18-ാമത്തെയും 19-ാമത്തെയും ഒരുമിച്ചാണ് ചൊല്ലുന്നത്. അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു